നമസ്കാരം. CPM-നെ നയിക്കാൻ MA ബേബി. പ്രധാന വാർത്തകൾ. MA ബേബി CPM ജനറൽ സെക്രട്ടറി. തെരഞ്ഞെടുത്തത് മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ. EMS-ന് ശേഷം കേരളത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി ആകുന്ന ആദ്യ വ്യക്തി. മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി വയനാടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവ്. കബനി നദിയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ കർണാടകയിൽ നിന്നും പുഴ വഴിയും മറ്റ് ഊടുവഴികളിലൂടെയും ലഹരി വസ്തുക്കളുടെ കടത്ത് വ്യാപകം. പെരിക്കല്ലൂർ, മരക്കടവ്, കൊളവള്ളി ഭാഗങ്ങളിലൂടെയും ലഹരി വസ്തുക്കൾ വൻതോതിൽ കേരളത്തിലേക്ക് കടത്തുന്നു. ബത്തേരിക്ക് സമീപത്തു നിന്നും 40.47 ഗ്രാം കഞ്ചാവുമായി ഓട്ടോ ഡ്രൈവർ പിടിയിൽ. മുണ്ടക്കൈ ദുരന്തം. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന് തറക്കല്ലിട്ടെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനായില്ല. അടുത്ത വ്യാഴാഴ്ച ഹൈക്കോടതി നടപടി പൂർത്തീകരിച്ച ശേഷം നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങും. ഭൂമി സർക്കാർ ഏറ്റെടുത്തപ്പോൾ കുറഞ്ഞ വിലയാണ് നിശ്ചയിച്ചതെന്ന പരാതിയുമായി എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ. വയനാട്ടിൽ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നത് മേപ്പാടി, പൊഴുതന, വൈത്തിരി ഉൾപ്പെടെ 14 കേന്ദ്രങ്ങളിൽ. ലക്ഷ്യം ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് സംവിധാനം നൽകാൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. MA ബേബി CPM ജനറൽ സെക്രട്ടറി. മധുരയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിലാണ് MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. EMS-ന് ശേഷം കേരളത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി ആകുന്ന ആദ്യ വ്യക്തിയാണ് MA ബേബി. കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർന്ന MA ബേബി മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. വയനാടുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് MA ബേബി. CPIM-ന്റെ തലപ്പത്ത് മലയാള തിളക്കം. EMS-ന് ശേഷം CPIM-നെ നയിക്കാൻ ഒരു മലയാളി എത്തിയിരിക്കുന്നു. CPIM ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MA ബേബി മുൻ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. പ്രായോഗികവാദിയായ കമ്മ്യൂണിസ്റ്റായാണ് പാർട്ടിക്കുള്ളിൽ MA ബേബി അറിയപ്പെടുന്നത്. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത, പ്രായോഗിക സമീപനങ്ങൾ, സാംസ്കാരിക രംഗവുമായുള്ള അടുപ്പം, ആശയവ്യക്തതയും ഉറച്ച നിലപാടുകളും തുടങ്ങിയ സവിശേഷതകളാണ് MA ബേബി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്നത്. CPIM-ന്റെ വ്യവസ്ഥാപിത ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ പുതിയ ആശയങ്ങളുമായി സംവദിക്കാൻ MA ബേബി മടികാട്ടിയിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും സമീപനങ്ങളിൽ കടുംപിടുത്തക്കാരനായിരുന്നില്ല MA ബേബി. വയനാടുമായും MA ബേബിക്ക് നല്ല ബന്ധമായിരുന്നു. കൽപ്പറ്റയിൽ നടന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങിലാണ് MA ബേബി അവസാനമായി പങ്കെടുത്തത്. അതിനു മുൻപ് വൈത്തിരിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ മുഴുവൻ സമയവും അദ്ദേഹം പങ്കെടുത്തിരുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിലൂടെ ലഹരി വസ്തുക്കളുടെ ഒഴുക്ക്. കബനി നദിയിൽ പലയിടത്തും ജലനിരപ്പ് താഴ്ന്നതോടെ കർണാടകയിൽ നിന്ന് പുഴ വഴിയും മറ്റു ഊടുവഴികളിലൂടെയുമാണ് ലഹരി വസ്തുക്കളുടെ കടത്ത്. അതിർത്തി പ്രദേശങ്ങളായ പെരിക്കല്ലൂർ, മരക്കടവ്, കൊളവള്ളി ഭാഗങ്ങളിലടക്കം ലഹരി വസ്തുക്കൾ വ്യാപകമായി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. മുമ്പെല്ലാം തോണിക്കടവുകളിലൂടെയായിരുന്നു ലഹരി വസ്തുക്കളുടെ കടത്ത്. എന്നാൽ അന്വേഷണ വിഭാഗങ്ങൾ പെരിക്കല്ലൂരിലും മരക്കടവിലുമടക്കം പരിശോധന ശക്തമാക്കിയതോടെ ലഹരി കടത്തുകാർ പുതിയ വഴികളിലൂടെയാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നത്. പോലീസിൻ്റെ ധാരണ ഈ തോണിക്കടവ് വഴിയാണ് കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ തോണിക്കടവ് വഴിയല്ല ഈ സാധനം ഇവരുടെ പോലീസിൻ്റെയോ മറ്റു നാർക്കോട്ടിക്കൽ സെക്ഷൻ്റെയോ ശ്രദ്ധയിൽ വരാതെ ഈ പുഴയുടെ താഴ്വശത്തുനിന്നും മോൾ വശത്തും പോലീസുകാർ എത്തപ്പെടാത്ത സ്ഥലത്തു നിന്ന് കൊട്ടത്തോണികളിലും നടന്നുമാണ് ഈ ഇക്കരയ്ക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്. നിരവധി കഞ്ചാവ് കേസുകളടക്കം ഈ പ്രദേശങ്ങളിൽ നിന്നും മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് പുതിയ കേസുകളൊന്നും കാര്യമായി ഉണ്ടാകുന്നില്ല. അന്വേഷണ വിഭാഗങ്ങളുടെ കണ്ണുപെട്ടിച്ച് രാവും പകലും കഞ്ചാവടക്കമുള്ള ലഹരി വസ്തുക്കൾ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പലയിടങ്ങളിലും നടന്നു കയറാം. ഇത്തരം വഴികളാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനു പുറമെ കൊട്ടത്തോണികളെയും ഇവർ ആശ്രയിക്കുന്നു. കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിനായി ബാവലിയിലടക്കം ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാണ്. ബൈരക്കുപ്പ അടുത്ത് വരെ വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ കരിയർമാരെ ഉപയോഗപ്പെടുത്തിയാണ് മറുകരയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവ പിന്നീട് പുൽപ്പള്ളി മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചില സംഘങ്ങൾ ഏറ്റുവാങ്ങുകയും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പെരിക്കല്ലൂരിൽ പോലീസിന്റെ ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. വാടക കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നീട് ഇത് നിർത്തി. ഇപ്പോൾ എക്സൈസ് പോലീസ് സംഘങ്ങൾ പട്രോളിംഗ് മറ്റും നടത്തുന്നുണ്ട്. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.
40.47 ഗ്രാം കഞ്ചാവുമായി ഓട്ടോ ഡ്രൈവർ പിടിയിൽ. സുൽത്താൻ ബത്തേരി റഹ്മത്ത് നഗർ പടുവത്തിൽ AK കാജയാണ് നൂൽപ്പുഴ പോലീസിന്റെ പിടിയിലായത്. നെന്മേനി മലങ്കര നെല്ലിച്ചുവടിയിൽ നിന്നുമാണ് ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രി പിടിയിലായത്. കാജയ്ക്കെതിരെ NDPS വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. നൂൽപ്പുഴ HSO ശശിധരൻ പിള്ള, സബ് ഇൻസ്പെക്ടർ ഗണേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന് തറക്കല്ലിട്ടെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായില്ല. അടുത്ത വ്യാഴാഴ്ച ഹൈക്കോടതി നടപടി പൂർത്തീകരിച്ച ശേഷമാകും നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുക. ഭൂമി സർക്കാർ ഏറ്റെടുത്തപ്പോൾ കുറഞ്ഞ വിലയാണ് നിശ്ചയിച്ചതെന്ന പരാതിയുമായി എസ്റ്റേറ്റ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അനുകൂലമായ വിധിയുണ്ടായാൽ തൊട്ടടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. ടൗൺഷിപ്പ് പദ്ധതിക്ക് മുഖ്യമന്ത്രി നേരിട്ടെത്തി തറക്കല്ലിട്ടത് കഴിഞ്ഞ മാസം 27-ന്. തൊട്ടടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തപ്പോൾ നിശ്ചയിച്ച വില കുറഞ്ഞുപോയെന്ന പരാതിയുമായി എസ്റ്റേറ്റ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 4-ാം തീയതി കേസ് കോടതി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഉണ്ടായില്ല. വരുന്ന വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണനയ്ക്ക് എത്തുന്നുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിക്ക് പുറത്ത് വിലയിൽ ധാരണയുണ്ടാക്കാനും നീക്കമുണ്ട്. 26.5 കോടി രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരുന്നത്. കോടതിയിൽ നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായാൽ തൊട്ടടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനാണ് സർക്കാർ നീക്കം. ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നുണ്ട്. കോടതി നടപടി നീണ്ടുപോയാൽ പദ്ധതിക്ക് തന്നെ അത് തിരിച്ചടിയാകും. ദുരന്തം നടന്ന് ഇപ്പോൾ തന്നെ 8 മാസം പിന്നിട്ട് കഴിഞ്ഞു. 400-ലേറെ വീടുകളാണ് നിർമ്മിക്കുന്നത്. പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം ഈ മാസം 21-ന് കൃത്യമായി അറിയാനാകും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാട്ടിൽ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നു. മേപ്പാടി, പൊഴുതന, തൊണ്ടർനാട്, വൈത്തിരി, മുട്ടിൽ എന്നീ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 14 കേന്ദ്രങ്ങളിലാണ് മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സംവിധാനം ഒരുക്കുന്നത്. ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ലക്ഷ്യം. ഇതിനു പുറമെ വയനാടിന് അനുവദിച്ച എക്സ്ബാൻഡ് കാലാവസ്ഥാ റഡാറും കാലവർഷത്തിന് മുൻപ് സ്ഥാപിക്കാൻ ഇടയുണ്ട്. മേപ്പാടി പഞ്ചായത്തിലെ എളമ്പലേരി, വെള്ളരിമല, അട്ടമല, അരുണമല, കള്ളാടി, എരുമക്കൊല്ലി, ചെമ്പ്രമല, കല്ലുമല, മണിക്കുന്നുമല, പൊഴുതന പഞ്ചായത്തിലെ മേൽമുറി, കുറിച്ചിർമല, തൊണ്ടർനാട് പഞ്ചായത്തിലെ വാളാരംകുന്ന്, മുട്ടിൽ പഞ്ചായത്തിലെ മുട്ടിൽമല, വൈത്തിരി പഞ്ചായത്തിലെ സുഗന്ധഗിരി എന്നിവിടങ്ങളിലാണ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമൃത വിശ്വവിദ്യാപീഠമാണ് വയനാട്ടിൽ 14 സ്ഥലത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നത്. മഴയ്ക്ക് മുൻപ് തന്നെ ഇവ സ്ഥാപിക്കാനാണ് നീക്കം. മഴയുടെ തോത് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകുകയാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് അനുവദിച്ച എക്സ്ബാൻഡ് കാലാവസ്ഥാ റഡാറും കാലവർഷത്തിന് മുൻപ് തന്നെ സ്ഥാപിക്കാൻ ഇടയുണ്ട്. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് പരിസരമാണ് റഡാർ കേന്ദ്രത്തിന് അനുയോജ്യമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 100 കിലോമീറ്റർ ചുറ്റളവിലെ ഓരോ ഭൗമചലനവും പിടിച്ചെടുക്കാൻ ശേഷിയുള്ളതാണ് നിർദ്ദിഷ്ട റഡാർ. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കേണിച്ചിറ, പൂതാടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പൂതാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മേൽക്കൂര നശിച്ചു. പൂതാടി ഗവൺമെന്റ് AOP സ്കൂളിന്റെ ചുറ്റുമതിലും തകർന്നു വീണു. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലാണ് പൂതാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുകളിൽ ചോർച്ച തടയാനായി സ്ഥാപിച്ച മേൽക്കൂര നശിച്ചത്. കനത്ത മഴയെ തുടർന്ന് പൂതാടി ഗവൺമെന്റ് AOP സ്കൂളിന്റെ കരിങ്കല്ലിൽ കെട്ടിയ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും തകർന്നു വീണു. ഇന്നലെ രാത്രിയിലത്തെ ശക്തമായ മഴയിൽ നമ്മുടെ പൂതാടി UP സ്കൂളിന്റെ മതിലിടിഞ്ഞ് വീണ് അടുത്ത ബിൽഡിങ്ങിൽ ചാരിയിട്ടുണ്ട്. സ്കൂള് അവധിയായതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി നമുക്ക് പറയാം. ഇത് കരിങ്കല്ല് നീക്കി സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ ചെയ്യണമെന്ന് പറയാണ്. ഏകദേശം 2 മീറ്റർ ഉയരമുള്ള കരിങ്കൽ ഭിത്തി 10 മീറ്ററോളം നീളത്തിലാണ് തകർന്നത്. കവുങ്ങുകളും മറ്റു മരങ്ങളും വീണ വൈദ്യുത കമ്പികൾ പൊട്ടിയതുമൂലം വൈദ്യുതി വിതരണവും മേഖലയിൽ തടസ്സപ്പെട്ടു. മലനാട് ന്യൂസ്, നടവയൽ. സ്വകാര്യ ആൾട്ടോ കാർ അടിച്ചു തകർത്ത നിലയിൽ. കൃഷ്ണഗിരി മൈലമ്പാടി റോഡിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം റോഡ് ജംഗ്ഷനിലാണ് കാർ തകർത്ത നിലയിൽ കണ്ടെത്തിയത്. രാത്രി 12 മണിക്ക് ശേഷം സ്ഥലത്ത് സംഘർഷമുണ്ടായതായി നാട്ടുകാർ.
വാഗേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷമായിരുന്നു ഇന്നലെ. വാർഷികാഘോഷ വേദിയിലേക്ക് അതിക്രമിച്ച കാറിലെത്തിയ യുവാക്കൾ അവിടെ വെച്ച് അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയതായും കുട്ടികൾ അപകടത്തിൽപ്പെടാതെ ഓടിമാറി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം വാഗേരി സ്കൂളിലെ ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ചിരുന്ന ഒരു കൂട്ടം യുവാക്കളാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള നാട്ടുകാർ ഈ വാഹനത്തെ പിന്തുടർന്ന് വന്ന് ഇതിലെ അക്രമകാരികളായിട്ടുള്ള ആളുകളെ മദ്യലഹരിയിലായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതേ തുടർന്ന് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയ വാഹനം നാട്ടുകാരും രക്ഷിതാക്കളും പിന്തുടർന്ന് തടഞ്ഞുവെച്ചതായാണ് പറയുന്നത്. പിൻ ഗ്ലാസുകളും മിററുകളുമെല്ലാം തകർന്ന നിലയിലാണ് കാറുള്ളത്. തുടർന്ന് കാറിലുണ്ടായിരുന്ന യുവാക്കളെ കേണിച്ചിറ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലഹരിയും അക്രമ സംഭവങ്ങളും പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതിന് പോലീസും മറ്റ് സംവിധാനങ്ങളും നൈറ്റ് പട്രോളിംഗ് അടക്കം ശക്തമാക്കി ജാഗ്രത പാലിക്കണമെന്ന് പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നു. മലനാട് ന്യൂസ്, മീനങ്ങാടി. കണിയമ്പറ്റ ടൗണിൽ ഫ്രിഡ്ജിന് തീപിടിച്ചു. വീട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. മാങ്ങാട്ടുപറമ്പൻ അലീമയുടെ വീട്ടിലാണ് ഇന്ന് രാവിലെയോടെ ഫ്രിഡ്ജിന് തീപിടിച്ചത്. കണിയമ്പറ്റ ടൗണിൽ തന്നെ താമസിക്കുന്ന അലീമ കത്തിക്കരിയുന്ന ഗന്ധമുണ്ടായതിനെ തുടർന്ന് പരിശോധന നടത്തുന്നതിനിടയിലാണ് അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ മകൾ ഹഫ്സ മെയിൻ സ്വിച്ച് ഓഫാക്കുകയും ഫ്രിഡ്ജിന് മുകളിൽ വെള്ളമൊഴിച്ച തീ കെടുത്തുകയുമായിരുന്നു. ഞാന് പിന്നെ മണം കേട്ടിട്ട് ഇത് കത്തുന്ന മണം വരുന്നു, എന്തോ കത്തുന്നുണ്ടല്ലോ, മണം വരുന്നതെന്ന് വിളിച്ച് പറഞ്ഞു നോക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിയിൽ അങ്ങനെ പാളുന്നു. അന്നേരം ഓടി ഇതെല്ലാം മെയിൻ സ്വിച്ച് ഓഫാക്കി എല്ലാം തട്ടിയിട്ട് വെള്ളം ഒഴിച്ചെടുത്തു. ഭാഗ്യം കൊണ്ടാണ് വീട്ടിലുണ്ടായിരുന്നവർ അപകടമൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ ഫ്രിഡ്ജിനുള്ളിലെ കംപ്രസറിൽ നിന്നും വിഷവാതകം പുറത്തുവന്ന് വൻ ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു. മകൾ ഹഫ്സയുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് അപകടങ്ങൾ ഒന്നും ഉണ്ടാകാതിരുന്നത്. ഫ്രിഡ്ജിനുള്ളിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. മലനാട് ന്യൂസ്, കണിയമ്പറ്റ. തുടർച്ചയായി പെയ്ത മഴയിൽ മുങ്ങിയത് കർഷകന്റെ സ്വപ്നങ്ങൾ. മാർച്ച് പകുതിയെത്തിയ വേനൽ മഴ തുടർച്ചയായതോടെ 5 ഏക്കറിലെ തണ്ണിമത്തൻ കൃഷി പൂർണ്ണമായും നശിച്ചു. 2ാം വർഷവും കാർഷിക മേഖലയ്ക്ക് തന്നെ മാതൃകയായി സഹോദരങ്ങൾ നടത്തിയ കൃഷിയാണ് പാടെ നശിച്ചത്. തങ്ങളെ താങ്ങി നിർത്താൻ ഇനി സർക്കാരിനും ബന്ധപ്പെട്ട അധികാരികൾക്കും മാത്രമേ സാധിക്കൂ എന്ന് യുവ കർഷകർ പറയുന്നു. കണ്ണീരോർമ്മയാവുകയാണ് ജാഷിദിന്റെയും സഹോദരന്റെയും തണ്ണിമത്തൻ പാടങ്ങൾ. കഴിഞ്ഞ വർഷം വിജയകരമായി പൂർത്തിയാക്കിയ ആവേശത്തിലാണ് ഇത്തവണയും കൃഷിവകുപ്പിന്റെ സഹായത്തോടെ കാക്കവയൽ നഴ്സറി പടിയിൽ വിപുലമായ കൃഷി ഇറക്കിയത്. ഡ്രിപ്പ് ഇറിഗേഷൻ നടത്തി പരമാവധി ജൈവ രീതിയിൽ കൃഷി ഇറക്കിയ കർഷകരുടെ കണ്ണീരാവുകയാണ് ഇത്തവണത്തെ വേനൽ മഴ. വിളവെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ തങ്ങളുടെ കൃഷി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് നിസ്സഹായതയിൽ നോക്കി നിൽക്കുകയാണ് ഈ കർഷകർ. ഇതിപ്പോ കഴിഞ്ഞ വർഷം ഞങ്ങള് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ഒരു 3 ഏക്കറിൽ കൃഷി ചെയ്തിരുന്നു. അതായത് ഒരു 100% ഞങ്ങൾക്ക് വിജയകരമായി. നാട്ടിൽ തന്നെ അതിന്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. നല്ല പ്രോഫിറ്റ് തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ വിജയം കൈവരിച്ചത് കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ചുകൂടിയും കൂടുതൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഈ വയലിൽ ഒരു 5 ഏക്കർ കൃഷിയിടത്തിൽ ഞങ്ങൾ ഫുള്ളായിട്ട് തന്നെ ചെയ്തു. സഹോദരങ്ങൾക്ക് വാഴവറ്റ 7ാം ചിറയിലും 4 ഏക്കർ സ്ഥലത്ത് വത്തയ്ക്ക കൃഷിയുണ്ട്. അത് ഏതാണ്ട് വിളവെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തു. ഏറെ പ്രതീക്ഷയിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും 5 ലക്ഷത്തോളം രൂപ വായ്പയെടുത്താണ് സഹോദരങ്ങൾ ഈ വർഷത്തെ കൃഷി ഇറക്കിയത്. ഇതിപ്പോ ഏകദേശം എല്ലാം വെള്ളത്തിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഒരു കായ് പോലും നമുക്ക് വിൽക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. അപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഞങ്ങൾക്കൊരു സഹായം ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് തുടരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞങ്ങൾ ഇതിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്കൊരു 5 ലക്ഷം റുപ്യന്റെ അടുത്ത് തന്നെ ഇൻവെസ്റ്റ് ആയിട്ടുണ്ട്. അതന്നെ ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയിട്ടൊക്കെയാണ് ചെയ്തത്. ഫുള്ള് ഞങ്ങളെ കയ്യിൽ ക്യാഷ് എടുക്കാനൊന്നും ഉണ്ടായിട്ടില്ല. കുറെ കടം മേടിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. മുഴുവൻ കൃഷിയും നശിച്ചുപോയ സാഹചര്യത്തിൽ ആവശ്യമായ സഹായം ചെയ്ത് തങ്ങളെ മേഖലയിൽ പിടിച്ചു നിർത്താനുള്ള അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മീനങ്ങാടി. രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീരജവാൻ വസന്തകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിന്റെ ചുറ്റുമതിൽ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് കൽപ്പറ്റ മണ്ഡലത്തിലെ ജവാന്മാരെ ആദരിക്കുകയും ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം ടി സിദ്ദിഖ് MLA നിർവഹിച്ചു.
രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരജവാൻ വസന്തകുമാറിന്റെ സ്മരണാർത്ഥം കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ സർവീസിൽ നിന്നും വിരമിച്ച ജവാന്മാരെ ആദരിക്കുകയും വാഴക്കണ്ടി ഉന്നതിയിലെ സ്മൃതി മണ്ഡപത്തിന്റെ ചുറ്റുമതിലും ജവാൻ വസന്തകുമാർ റോഡ് ഉദ്ഘാടനവും അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് MLA നിർവഹിച്ചു. വസന്തകുമാറിന്റെ കുടുംബത്തോടൊപ്പം ഇന്ത്യയ്ക്ക് വേണ്ടി അഭിമാനകരമായി സേവനമനുഷ്ഠിച്ച യുദ്ധവീരന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. മുംബൈ ഭീകരാക്രമണത്തിനിടയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ പിതാവ് ഉണ്ണികൃഷ്ണനും അമ്മ ധനലക്ഷ്മി അമ്മയും അസമിലെ കൊക്രധാർ ജില്ലയിലെ പാക്കിഹാഗ ഗ്രാമത്തിൽ തീവ്രവാദികളോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച ജവാൻ നായിക് ഗീവോഗീസിന്റെ കുടുംബവും സിപ്പോയി ജനീഷ് TSന്റെ കുടുംബവും പരിപാടിയിൽ പങ്കെടുത്തു. 2022-23 വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജവാൻ വസന്തകുമാർ സ്മൃതി മണ്ഡപത്തിന്റെ കോമ്പൗണ്ട് വാൾ, റോഡ് എന്നിവ നാടിന് സമർപ്പിച്ചു. മലനാട് ന്യൂസ്, മേപ്പാടി. സുൽത്താൻ ബത്തേരി ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയ കാർണിവൽ ഗ്രൗണ്ടിൽ മൊബൈൽ സെൽഫി ഇടങ്ങളും ഏറെ. പ്രവേശന കവാടത്തിലെ ഗൊറില്ലയ്ക്ക് മുൻപിലും ഗ്രൗണ്ടിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന വലിയ ഈഗിളിന് മുൻപിലുമെല്ലാം സെൽഫി എടുക്കാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സുൽത്താൻ ബത്തേരി നഗരസഭയും ടൗൺ ലയൺസ് ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലെ കാർണിവൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് കണ്ണിറയെ കാഴ്ചകൾ കാണുന്നതിനു പുറമെ സെൽഫി എടുക്കാനും നിരവധി ഇടങ്ങളാണ് ഉള്ളത്. പ്രവേശന കവാടത്തിലെ ഗൊറില്ലയ്ക്ക് മുന്നിലും ഗ്രൗണ്ടിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന വലിയ ഈഗിളിന് മുന്നിലുമെല്ലാം സെൽഫി എടുക്കാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് കാണാൻ കഴിയുന്നത്. കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണാനുണ്ട്, നമ്മൾ പൈസ കൊടുക്കുന്നതന്നെ. കൂടാതെ മറൈൻ ഫിഷ് ടണൽ അക്വേറിയം, ഓപ്പൺ പെറ്റ് ഷോ, ഫ്ലവർ ഷോ, റോബോട്ടിക് ആനിമൽ ഷോ എന്നിവിടങ്ങളിലെല്ലാം ഒറ്റയ്ക്കും കൂട്ടമായും മൊബൈൽ സെൽഫി എടുക്കുന്നവരുടെ മനോഹര കാഴ്ചകളും ഇവിടെ പതിവ് കാഴ്ചയായി മാറുകയാണ്. ഫെസ്റ്റിന്റെ 7ാം ദിനമായ ഇന്ന് 8:30 എന്റർടൈൻമെന്റ് മെഗാ ഈവൻ ആൻഡ് ഫീമെയിൽ വാട്ടർ DJ അരങ്ങേറും. മലനാട് ന്യൂസ്, ബത്തേരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ഗീത രാജഗോപാൽ ചേരും. നമസ്കാരം.